ഹായ് സ്റ്റുഡൻസ്. അപ്പൊ നമ്മള് ഏരിയ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഏരിയയുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്ട്രക്ഷൻസ് ഒക്കെ കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രയാങ്കിൾ ഡിവിഷൻ എന്നുള്ള സെക്ഷൻ എടുത്തായിരുന്നു. ആ സെക്ഷനിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. അപ്പോ നമ്മൾ ട്രയാങ്കിൾ ഡിവിഷനിൽ എന്തായിരുന്നു പറഞ്ഞാൽ, ഒരു ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അത് ആ ട്രയാങ്കിളിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ, അല്ലെങ്കിൽ ട്രയാങ്കിളിന്റെ ഏരിയ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോയും ആ ഓപ്പോസിറ്റ് സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോയും ഈക്വൽ ആയിരുന്നു നമ്മൾ പറഞ്ഞു അല്ലെ? അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കാര്യം പറയാനുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് മീഡിയൻ. എന്താണ് മീഡിയൻ എന്നുള്ളത് അറിയണം. ഇപ്പൊ ഇതൊരു ട്രയാങ്കിൾ ആണ്. ഇപ്പൊ മീഡിയൻ എന്താണെന്നുള്ള പറയാൻ പോകുന്നത്, ഒരു ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മീഡിയൻ. എന്താണ്? ഒരു ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സ്. ഇപ്പൊ ഞാനത് ABC എന്നാണെങ്കിൽ എ എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? BC അല്ലയോ? അതിന്റെ മിഡ് പോയിന്റ്. ഇവിടെ M ആണ് മിഡ് പോയിന്റ് എങ്കിൽ ഇവിടെ AM എന്ന് പറയുന്നത് എന്താണ്? മീഡിയൻ ആയിരിക്കും. നോക്കുക, എന്താ മീഡിയൻ എന്ന് പറയുന്നത്? ഒരു ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈനിനെ വിളിക്കുന്ന പേരാണ് മീഡിയൻ. ആ മീഡിയൻ ഇവിടെയുള്ള ഇമ്പോർട്ടൻസ് എന്തുവാന്നാ പറയാൻ പോകുന്നത്. നമ്മൾ ടെക്സ്റ്റിനകത്ത് തീർച്ചയായിട്ടൊന്നും പറയുന്നില്ല, പക്ഷെ ഇതൊന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് കുറെ പ്രോബ്ലംസ് ചെയ്യാൻ എളുപ്പമാണ്, കുറെ സ്റ്റെപ്പ് നമുക്ക് ലാഭിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ ഏതൊരു ലൈൻ വരച്ചാലും അത് ഓപ്പോസിറ്റ് സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോയും ഏരിയ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടെ M എന്ന് പറയുന്നത് എന്താണ്? മിഡ് പോയിന്റ് അല്ലയോ? മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ BM ഈക്വൽ ടു CM ഓർ MC, ഇങ്ങനല്ലേ? എന്ന് പറഞ്ഞാൽ BM ഈസ് ഈക്വൽ ടു MC എന്ന് വെച്ച് കഴിഞ്ഞാൽ BM ഈസ് ടു MC എന്ന് പറയുന്നത് എന്താണ്? 1:1 എന്നുള്ള റേഷ്യോയിലായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ ഇത് നമ്മളെ റേഷ്യോ എന്ന് പറയുന്നത് 1:1 എന്നുള്ള റേഷ്യോയിലാണ്. 1:1 റേഷ്യോയിലാണെങ്കിൽ തീർച്ചയായിട്ടും ഏരിയകളുടെ റേഷ്യോയും എത്ര തന്നെയായിരിക്കും? 1:1 തന്നെയായിരിക്കും. അപ്പൊ നോക്കിയേ, ട്രയാങ്കിൾ ഓപ്പോസിറ്റ് സൈഡിനെ ഡിവൈഡ് ചെയ്ത ഏത് റേഷ്യോ ആണോ അതേ റേഷ്യോയാണ് എന്ത് ചെയ്യുന്നുണ്ട്? ഏരിയയും ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പോ സൈഡിനെ ഡിവൈഡ് ചെയ്യുന്നത് 1:1 ആണെങ്കിൽ ഏരിയ ഡിവൈഡ് ചെയ്യുന്നതും ഏത് റേഷ്യോയിലാണ്? 1:1 എന്നുള്ള റേഷ്യോയിലായിരിക്കും. പിടികിട്ടുന്നുണ്ടോ? ഓക്കെ, 1:1 റേഷ്യോ ഡിവൈഡ് ചെയ്തതിന്റെ അർത്ഥം എന്താ? ഈക്വൽ ആയിട്ട്. അപ്പൊ ഇവിടെ എത്രയാണോ അത് തന്നെ ആയിരിക്കും ഇത്രയും. ഓക്കെ, ഇപ്പൊ ഇവിടെ സൈഡിനെ ഡിവൈഡ് ചെയ്യുന്നത് ഇപ്പൊ ടോട്ടൽ ലെങ്ത് 10 ആണെങ്കിൽ ഇത് 5 എന്നായിരിക്കും ഓരോന്നും. അപ്പൊ 5:5 എന്ന് പറഞ്ഞാൽ 1:1 അല്ലെ? അതേപോലെ തന്നെ ആയിരിക്കും ഏരിയയും എന്താണ്? ഈക്വൽ ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മള് പഠിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ഒരു ട്രയാങ്കിളിന്റെ മീഡിയൻ ആ ട്രയാങ്കിളിന്റെ ഏരിയയെ രണ്ട് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. രണ്ട് ഈക്വൽ ട്രയാങ്കിൾസ് ആയിട്ടല്ല. നമുക്ക് ഇവിടെ നിങ്ങൾ ട്രയാങ്കിൾ നോക്കുമ്പോൾ ട്രയാങ്കിൾ കാണാൻ ഒരുപോലെ ഒന്നും ഇരിക്കുമെന്നല്ല. ഒരെണ്ണം ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിളും ഒരെണ്ണം അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിളും ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ട്രയാങ്കിൾ ഈക്വൽ അല്ല, പക്ഷെ അവയുടെ ഏരിയ എന്തായിരിക്കും? സെയിം ആയിട്ട് വരും. എന്തുകൊണ്ടാണ് ഏരിയ സെയിം ആയിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ബേസ് തന്നെയാണ് ഇവിടുത്തെ ബേസ് രണ്ട് ഡിഫറെന്റ് ആണെങ്കിൽ അതിന്റെ ലെങ്ത് സെയിം ആണ്. പിന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് കോമൺ ഹൈറ്റ് ആണ്. സ്വാഭാവികമായിട്ട് രണ്ട് ട്രയാങ്കിളും ഒരേ ഹൈറ്റ് ആണ്. ഒരേ ബേസ് ഒരേ ഹൈറ്റ് വന്നാൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരേ ഏരിയ ആണ്. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച റൂൾ പ്രകാരമായാലും ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ സെയിം ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ചിന്തിച്ചാൽ മതി, ഒരു ട്രയാങ്കിളിന്റെ മീഡിയൻ ട്രയാങ്കിളിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഏരിയ രണ്ട് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ ആണല്ലോ? അതെന്ന് പറയുന്ന ആദ്യം ഉണ്ടായിരുന്ന വലിയ ട്രയാങ്കിളിന്റെ ഏരിയയുടെ പകുതി ആയിരിക്കും. ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഇപ്പൊ 100 ആണെങ്കിൽ ഇത് എത്ര വീതമായിരിക്കും? 50 വീതമായിരിക്കും. ഓക്കെ ആണല്ലോ? ഇപ്പൊ ടോട്ടൽ ഏരിയ ഒരു 50 ആണെങ്കിൽ ഇത് 25, ഇത് 25 ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ മീഡിയൻ ട്രയാങ്കിളിനെ ഈക്വൽ ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സിൽ നിന്ന് മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ, അതാണല്ലോ മീഡിയൻ. അങ്ങനെ തന്നെ പറയാം, ഒരു ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സിൽ നിന്ന് മിഡ് പോയിന്റിലേക്കുള്ള ലൈൻ വരയ്ക്കുന്ന ലൈൻ ആ ട്രയാങ്കിളിന്റെ ഏരിയയെ രണ്ട് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പഠിക്കാം. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇത് ഞാൻ ആ സെക്ഷനിൽ ഒന്ന് പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് പേജ് നമ്പർ 19 19-20 ഈ പേജുകളിലായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. നമുക്ക് പതുക്കെ അത് ഓരോന്നായിട്ട് ചെയ്തു വരാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എന്താണ് കാണുന്നത്? അവിടെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ്. ഇവിടെ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ഒരു ട്രയാങ്കിളിന്റെ ഒരു വട്ടം ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്യാം. എന്താ പറഞ്ഞേക്കുന്നത്? ഇൻ ദ പിക്ചർ ബിലോ two lines are drawn from the top vertex of a triangle to the bottom side. Prove that the ratio in which these lines divide the length of the bottom side is equal to the ratio of the areas of three smaller triangle in the picture. എന്ന് വെച്ച് കഴിഞ്ഞാല് ട്രയാങ്കിളിന്റെ എന്താ ടോപ്പ് വെർട്ടെക്സിൽ നിന്നും രണ്ട് ലൈൻസ് വരച്ചിട്ടുണ്ട്. അപ്പൊ ട്രയാങ്കിൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. ആ ഡിവൈഡ് ചെയ്ത ട്രയാങ്കിളിന്റെ ആ മൂന്നിന്റെയും ഏരിയ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് ആ ഡിവൈഡ് ചെയ്ത സൈഡിന്റെ റേഷ്യോയ്ക്ക് ഈക്വൽ ആണ് എന്ന് നമ്മൾ
പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇത് നമ്മള് കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു, നമ്മള് പ്രൂഫായിട്ടൊന്നും പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇവിടെ അത് പ്രൂവ് ചെയ്ത് കാണിക്കാം. നമ്മള് 2 ട്രയാങ്കിൾസിന്റെ കേസ് എങ്ങനെയാണോ പറഞ്ഞത് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത്. നമുക്ക് തൽക്കാലം നമുക്ക് ആ ട്രയാങ്കിളിന്റെ ടെക്സ്റ്റ് തന്നിരിക്കുന്ന ഫിഗർ ഒന്ന് നോക്കാം. ഓക്കെ, ഇതാണ് ഇങ്ങനെ ഒരു ഫിഗർ ആയിരുന്നു തന്നിരുന്നത്. ഈക്വൽ ആയിട്ടൊന്നും അല്ല, ഡിഫറെന്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിപ്പോ വേണേ കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്നു, അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഞാൻ വേണേ കുറച്ചുകൂടെ ഒന്ന് അടുപ്പിച്ച് വരച്ചേക്കാം. ഓക്കെ, ഇങ്ങനെ 3 ട്രയാങ്കിൾ. നമുക്ക് ഈ ട്രയാങ്കിളുകളുടെ ഏരിയകൾ തമ്മിലുള്ള റേഷ്യോയും ഇതിനെ സൈഡിനെ ഡിവൈഡ് ചെയ്ത റേഷ്യോയും എന്താണ് സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പൊ ഞാൻ അതിനു വേണ്ടി ട്രയാങ്കിൾ ഒരു പേര് കൊടുത്തു, ABC. ഇവിടെ P എന്നും ഇവിടെ Q എന്നും. ഓക്കെ, അപ്പൊ 3 ട്രയാങ്കിൾ ഏതൊക്കെ? ABP, APQ, അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട് ACQ. ഇങ്ങനെ 3 ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിനെ ഡിവൈഡ് ചെയ്ത റേഷ്യോ BP, PQ, CQ എന്ന് പറയുന്ന ഈ 3 സൈഡിന്റെ റേഷ്യോയ്ക്ക് സെയിം ആണെന്ന് തെളിയിക്കാം. അപ്പൊ ഇത് തെളിയിക്കുന്നതിന് മുൻപായിട്ട് ഞാനിവിടെ ഒരു ഹൈറ്റ് ആദ്യം ഒന്ന് വരയ്ക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു, ഒരു പെർപെൻഡിക്കുലർ. ആ വരച്ച പെർപെൻഡിക്കുലർ ഞാൻ H എന്നിരിക്കുന്നു. അത് A നിന്നും വരച്ച ആ പെർപെൻഡിക്കുലർ അത് ഹൈറ്റ് ആണ്. ആ Hന്റെ പ്രത്യേകത എന്താ നിങ്ങൾ നോക്കിയേ. അത് ഏതൊക്കെ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആയിട്ട് വരും? ഇവിടെ ഈ ബേസ് വരുന്ന ട്രയാങ്കിൾസിന്റെ എല്ലാം ഹൈറ്റ് ആ H തന്നെ. കാര്യം എല്ലാത്തിന്റെയും വെർട്ടെക്സ് കോമൺ വെർട്ടെക്സ് A ആണ്. അപ്പൊ ABPയുടെ ഹൈറ്റ് H ആണ്, APQവിന്റെ ഹൈറ്റ് H ആണ്, AQCയുടെ ഹൈറ്റ് H ആണ്. ഈ വലിയ ട്രയാങ്കിൾ ABCയുടെ ഹൈറ്റും എന്ത് തന്നെയാണ്? H ആണ്. പിന്നെ കുറെ ട്രയാങ്കിൾസ് ഒക്കെ വരുന്നുണ്ട്, APCയും AQB, അങ്ങനെ കുറെ ട്രയാങ്കിൾസ് ഉണ്ട്. നമുക്ക് അതൊന്നും വേണ്ട. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ട്രയാങ്കിൾസ് A വെർട്ടെക്സ് ആയിട്ട് ടോപ്പ് വെർട്ടെക്സ് ആയിട്ട് വരുന്ന ട്രയാങ്കിൾസിന്റെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഹൈറ്റ് എന്ത് വരുന്നുണ്ട്? ഇവിടെ H ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ, അത് നമുക്ക് വേണ്ടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് ട്രയാങ്കിളിന്റെ ഏരിയ ഉണ്ടെന്ന് ഇക്വേഷൻ തരുന്നു, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നല്ലേ. നമുക്കിവിടെ ഈ 3 ട്രയാങ്കിൾസ് ആണ്, ABP, APQ, AQC. ഇങ്ങനെ 3 ട്രയാങ്കിൾ ആണ്. ഈ 3 ട്രയാങ്കിൾസിന്റെ ഏരിയ ആണ് നോക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ട്രയാങ്കിൾ നോക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABP ഈക്വൽ ടു ABPയുടെ ഏരിയ എങ്ങനെയാ? ABPയുടെ ഏരിയ എന്ന് പറയുമ്പോൾ അതിന്റെ ബേസ് എന്ന് പറയുന്നത് BP ആണ്. അപ്പൊ ഹാഫ് ഇൻറ്റു ബേസ് BP ആണ് ഇൻറ്റു ഹൈറ്റ് നമ്മൾ എടുത്ത H ആണ്. അപ്പൊ ഹാഫ് ഇൻറ്റു BP ഇൻറ്റു H. ഏരിയ ഓഫ് ട്രയാങ്കിൾ APQ ആണെങ്കിലോ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു അതിന്റെ ബേസ് ഏതാ? PQ ഇൻറ്റു ഹൈറ്റിന് ഒരു മാറ്റവും ഇല്ല, H തന്നെ. അടുത്ത തേർഡ് ട്രയാങ്കിൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ACQ ആണെങ്കിലോ ACQ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു QC ഇൻറ്റു H. ഓക്കെ, എല്ലാത്തിനും കോമൺ ഹൈറ്റ് H ആണ്. നമുക്ക് ഈ 3 ട്രയാങ്കിൾ തമ്മിലുള്ള റേഷ്യോ അല്ലേ വേണ്ടുന്നത്, അത് ഞാൻ എടുക്കുന്നു. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABP ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ APQ ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ACQ ഈക്വൽ ടു ഓരോന്ന് ഇടുന്നു, ഹാഫ് ഇൻറ്റു BP ഇൻറ്റു H ഈസ് ടു ഹാഫ് ഇൻറ്റു PQ ഇൻറ്റു H ഈസ് ടു ഹാഫ് ഇൻറ്റു ഇവിടെ QC അല്ലെ, QC ഇൻറ്റു H. ഓക്കെ, നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ റേഷ്യോ ആണ്. റേഷ്യോ എന്ന് പറയുമ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ എടുത്തുള്ളൂ. അപ്പൊ കോമൺ ആയിട്ട് എടുത്ത് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഡിവൈഡ് ചെയ്യാം. ഇവിടെ എല്ലാത്തിനകത്ത് ഹാഫ് ഉണ്ട്, അപ്പൊ അത് ക്യാൻസൽ ചെയ്യും. എല്ലാത്തിനകത്ത് H ഉണ്ട്, അപ്പൊ അതും ക്യാൻസൽ ആവും. ബാക്കി എക്സിസ്റ്റ് ചെയ്യുന്നത് BP ഈസ് ടു PQ ഈസ് ടു QC. നോക്കിയേ, നമ്മളിവിടെ എന്തിന്റെ റേഷ്യോ കണ്ടുപിടിച്ചത്? അവിടെ ആ ഒരു വെർട്ടെക്സ് A എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും ബാക്കി നമ്മൾക്ക് തൽക്കാലം H ഒന്ന് മാറ്റി നിർത്താം. ഇനി H മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ 3 ട്രയാങ്കിൾ ABP, APQ, ACQ, അങ്ങനെ 3 ട്രയാങ്കിൾ. ആ 3 ട്രയാങ്കിളിന്റെ ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ നമ്മൾ എഴുതിയിരിക്കുന്നത്. കിട്ടിയത് BP, PQ, QC. എന്തുവാ BP, PQ, QC? ആ ലൈൻസ് ആ ബോട്ടം ലൈനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഓരോ ലെങ്തുകളല്ലേ BPയും PQയും QCയും. അപ്പൊ ഏരിയകളുടെ റേഷ്യോ എന്തിന്റെ റേഷ്യോയ്ക്ക് ഈക്വലായി? ആ സൈഡിനെ ഡിവൈഡ് ചെയ്ത റേഷ്യോയ്ക്ക് ഈക്വലായി. ഇതല്ലായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അത് കുറച്ചും കൂടെ നമുക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ഇൻ ദ പിക്ചർ ബിലോ ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്.
In the picture below, the top vertex of a triangle is joined to the midpoint of the bottom side of the triangle, and then the midpoint of this line is joined to the other two vertices. Prove that the areas of all four triangles obtained thus are equal to a fourth of area of whole triangle. എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ നിന്ന് ആ ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. പറഞ്ഞിരിക്കുന്നത് ഒരു ട്രയാങ്കിൾ, ഒരു വലിയ ട്രയാങ്കിൾ, ആ വലിയ ട്രയാങ്കിളിന്റെ ടോപ്പ് വെർട്ടെക്സിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ബോട്ടം സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് എന്ത് ചെയ്തു, ഒരു ലൈൻ വരച്ചിരിക്കുന്നു. എന്നിട്ട് ആ വരച്ചിരിക്കുന്ന ലൈനിന്റെ മിഡ് പോയിന്റിലേക്ക് ബാക്കി രണ്ട് വെർട്ടെക്സിൽ നിന്നും ഓരോ ലൈൻസ് വരച്ചിരിക്കുന്നു. നോക്കാം, ബേസ് ലൈന്, ആ ബേസ് ലൈനിന്റെ ബോട്ടം സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് ടോപ്പ് വെർട്ടെക്സിൽ നിന്നും ഫസ്റ്റ് ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് ഈ വരച്ചിരിക്കുന്ന ലൈൻ അതിന്റെ മിഡ് പോയിന്റിലേക്ക് ബാക്കി രണ്ട് വെർട്ടെക്സ് നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ 4 ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്. 4ന്റെയും ഷേപ്പ് ഡിഫറെന്റ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈക്വൽ ട്രയാങ്കിൾസ് ഒന്നും അല്ല. പക്ഷെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ 4 ട്രയാങ്കിളിന്റെയും ഏരിയ സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. ഏരിയ സെയിമോ ആണ്, അത് ആ ഹോൾ ട്രയാങ്കിളിന്റെ 1/4 ആണ്, 1/4 ആണ്, 4/1 ഭാഗമാണെന്നും എന്ത് ചെയ്യുന്നുണ്ട്, തെളിയിക്കണം. സ്വാഭാവികമായിട്ടും 4 ട്രയാങ്കിളിന്റെ ഏരിയ ഈക്വൽ ആകുമ്പോൾ അത് ആദ്യം ഉള്ളതിന്റെ 1/4 ആയിരിക്കും, അതിന് സംശയമൊന്നുമില്ല. ഓക്കെ, അത് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും, ഇതാണ് പറയുന്നത്. എ ബി സി, ഞാൻ ആ മീറ്റ് ചെയ്ത ഓരോ പോയിന്റ്സിനും ഓരോ പേര് കൊടുത്തു, എ ബി സി എന്ന്. അപ്പൊ നമുക്ക് ആ കിട്ടിയ 4 ട്രയാങ്കിൾ, ആ 4 ട്രയാങ്കിളിന്റെയും ഏരിയ എന്ത് ചെയ്യുന്നുണ്ട്, ഈക്വൽ ആണെന്നും അത് ആ ഹോൾ ട്രയാങ്കിളിന്റെ ഏരിയയുടെ 1/4 ആണെന്നും പ്രൂവ് ചെയ്യാം. അപ്പൊ നോക്കി, അവര് ക്വസ്റ്റ്യൻ അത് പറഞ്ഞിരിക്കുന്നത് ഈ ഡി എന്ന് പറയുന്നത് എന്താണ്, മിഡ് പോയിന്റ്. എ എന്ന് വരച്ചിരിക്കുന്ന മിഡ് പോയിന്റിലേക്കാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ ഡി മിഡ് പോയിന്റ് ആയിരിക്കും. ആ വരച്ചിരിക്കുന്ന മീഡിയൻ അതിന്റെ മിഡ് പോയിന്റ്, അതായത് ഇ എന്ന് പറയുന്ന ഏരിയയുടെ മിഡ് പോയിന്റ്, അതിലേക്കാണ് ബാക്കി രണ്ട് വെർട്ടെക്സ് എന്ത് ചെയ്യുന്നത്, ലൈൻ വരച്ചിരിക്കുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ എഴുതാം. എന്താ, ഇവിടെ ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി, ബി സിയുടെ മിഡ് പോയിന്റ് ആണ് ഡി. അതുപോലെ ഇ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ഡി, എ ഡിയുടെ മിഡ് പോയിന്റ് ആണ് ഏതെന്ന് പറയുന്നത് ഇ. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഹോൾ ട്രയാങ്കിളിന്റെ ഏരിയയുടെ 1/4 ആണ് തെളിയിക്കാൻ വേണ്ടി ഞാൻ ഹോൾ ട്രയാങ്കിളിന്റെ ഏരിയ എക്സ് എന്നാണ് ചൂസ് ചെയ്യുക. അതിപ്പോ നിങ്ങൾക്ക് ഇഷ്ടം, നമുക്ക് ഓരോന്ന് എഴുതി വരാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ ഓൾജിബ്ര യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ എടുക്കുന്നത് ലെറ്റ് എക്സ് ബി ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. എ ബി സിയുടെ ഏരിയ എന്താണ്, എക്സ് എന്ന് എടുത്തു. നോക്കിയേ, ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി അല്ലേ, അല്ലെങ്കിൽ എ ഡി ഈസ് ദ മീഡിയൻ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിയുടെ മീഡിയൻ ആണ്. നമ്മൾ ആദ്യം ഇന്ന് ഈ ക്ലാസിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, മീഡിയൻ ട്രയാങ്കിളിന്റെ ഏരിയ എന്ത് ചെയ്യും, രണ്ട് ഈക്വൽ പാർട്ട് ആക്കും. അപ്പൊ ഏതൊക്കെയാ, അപ്പൊ ശരിക്കും ഇത്രയും ഭാഗം തൽക്കാലം ഒന്ന് മാറ്റി നിങ്ങൾ ചിന്തിക്കുക. ഇത്രയും ഭാഗം ഇപ്പൊ തൽക്കാലം നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ആ വലിയ ട്രയാങ്കിളും എ ഡി എന്ന് പറയുന്ന മീഡിയനും മാത്രം നോക്കിയാൽ മതി. അപ്പൊ അങ്ങനെ നോക്കുമ്പോ എ ഡി എന്ന് പറയുന്ന ആ മീഡിയൻ, ആ വലിയ ട്രയാങ്കിളിന്റെ ഏരിയ രണ്ട് ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്യും. അത് രണ്ടിന്റെയും ഏരിയ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതേതാ ട്രയാങ്കിള്, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ സി ഡി. അപ്പോ മീഡിയൻ രണ്ട് ഈക്വൽ പാർട്ട് ആക്കിയതുകൊണ്ട് എ ബി ഡിയുടെയും എ സി ഡിയുടെയും ഏരിയ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ടോട്ടൽ ഏരിയ 100 ആണ്. അപ്പൊ ഇത് രണ്ട് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഓരോന്നിന്റെ ഏരിയ എത്ര വീതമായിരിക്കും, 50-50 ആയിട്ടല്ലേ. ടോട്ടൽ ഏരിയ ഒരു 10 ആണെങ്കിൽ ഓരോന്നിന്റെ ഏരിയ എത്ര വീതമായിരിക്കും, 5 വീതം അല്ലേ. ഇവിടെ ടോട്ടൽ ഏരിയ എക്സ് അല്ലേ. അപ്പൊ ഈ എ ബി ഡിയുടെയും എ സി ഡിയുടെയും ഏരിയ എത്ര വീതമായിരിക്കും, എക്സിന്റെ പകുതി. എക്സിന്റെ പകുതി എന്ന് പറയുമ്പോൾ x/2. അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡിയും ഏരിയ ഓഫ് ട്രയാങ്കിൾ എ സി ഡി വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, x/2 ആയിരിക്കത്തില്ലേ, ആയിരിക്കത്തില്ലേ കുഞ്ഞുങ്ങളെ. ഓക്കെ, അപ്പൊ അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത് എന്താ പറയുന്നേ, ഇനി നമ്മൾ വീണ്ടും നമ്മുടെ ആ ഒറിജിനൽ ഫിഗറിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നു. ഞാൻ ഇപ്പൊ തൽക്കാലം ഒരു പാർട്ട് മാത്രം കണക്ട് ചെയ്യാം.
ഇപ്പൊ നിങ്ങള് എ ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ തൽക്കാലം വേണമെങ്കിൽ ഇത്രയും ഒന്ന് മാറ്റി നിർത്തിക്കോ. നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. എ ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ മാത്രം നോക്കുക. ആ എ ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഇൻ ട്രയാങ്കിൾ എ ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ബി എന്ന് പറയുന്ന വെർട്ടെക്സ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ എ ഡി, അതിന്റെ മിഡ് പോയിന്റ് അല്ലേ ഇ. അപ്പൊ ശരിക്കും ബി എന്ന് പറയുന്നത് എന്തുവാ? മീഡിയൻ അല്ലേ? ഇൻ ട്രയാങ്കിൾ എ ബി ഡി ബി ഇ ഈസ് ദ മീഡിയൻ ആണോ? അതെന്ന് പറയുന്നത് എന്തായിട്ട് വരും? മീഡിയൻ ആണ്. മീഡിയൻ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും കിട്ടുന്ന രണ്ട് ട്രയാങ്കിളിന്റെയും ഏരിയ ഈക്വൽ ആയിരിക്കും. ഇവിടെ രണ്ട് ട്രയാങ്കിൾ ഏതൊക്കെയാ? ഒന്ന് എ ഇ ബിയും മറ്റൊന്ന് ബി ഇ ഡിയും. അപ്പോ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഇ ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏതാണ്? ബി ഇ ഡി. ഇനി നോക്കിയേ, ഞാൻ പറഞ്ഞപ്പോ നമ്മൾ നേരത്തെ ചെയ്ത അതേ കാര്യം ഇവിടെ നോക്കിയേ. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ആ ടോട്ടൽ ആ വലിയ ട്രയാങ്കിളിന്റെ ഏതാ? എ ബി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ പകുതി ആയിരിക്കത്തില്ലയോ? എ ബി ഡിയുടെ ഏരിയ എത്രയാ? നമ്മൾ എഴുതിയിട്ടുണ്ട് എ ബി ഡിയുടെ ഏരിയ ഓഫ് എ ബി ഡി എന്ന് പറഞ്ഞാൽ എക്സ് ബൈ ടു ആണ്. എക്സ് ബൈ ടുവിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ എത്രയാ? എക്സ് ബൈ 4 ആണ്. എത്ര വരും? എക്സ് ബൈ 4 എന്ന് കിട്ടും. അതെങ്ങനെയാ? 1ന്റെ ഹാഫ് എന്ന് പറയുന്നത് 1/2 ആണ്. 1/2ന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 1/4. നമ്മൾ പറഞ്ഞില്ലേ ഒന്നും അരയുടെ പകുതി എന്ന് പറയുമ്പോൾ 1/4 എന്നല്ലേ പറയുന്നത്. അപ്പൊ 1/4. അതുപോലെ എക്സിന്റെ ഹാഫ് എക്സ് ബൈ 2ന്റെ ഹാഫ് എന്ന് പറയുന്നത് എക്സ് ബൈ 4 വരും. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ എക്സ് ബൈ 4. ഇതേ കണ്ടീഷൻ നമുക്ക് റൈറ്റ് സൈഡിലെ ട്രയാങ്കിളിൽ നമുക്ക് അപ്ലൈ ചെയ്തുകൂടെ? അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതേതാ? ഇൻ ട്രയാങ്കിൾ എ സി ഡി എന്ന് പറയുന്ന ആ ട്രയാങ്കിൾ, അതിനകത്ത് സിഇ ഈസ് ദ മീഡിയൻ. സി എന്താണ്? അവിടുത്തെ മീഡിയൻ ആണ്. സി മീഡിയൻ ആയതുകൊണ്ട് അവിടെ കിട്ടുന്ന രണ്ട് ട്രയാങ്കിളിന്റെയും ഏരിയ എന്താണ്? സെയിം അല്ലേ? രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ സെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഇ സി ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ സിഇ ഡി. ഓക്കെ ആണോ? ഈക്വലുമാണ്. അത് ആ ടോട്ടൽ ട്രയാങ്കിൾ എ സി ഡിയുടെ ഹാഫ് ആയിരിക്കും. എ സി ഡിയുടെ ഏരിയ എത്രയാ? എക്സ് ബൈ 2. അതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ എക്സ് ബൈ 4 ആയിരിക്കും. പിടികിട്ടുന്നുണ്ടോ? ഇനി നിങ്ങൾ നോക്കിയേ, ഇവിടുത്തെ 4 ട്രയാങ്കിൾ ഏതൊക്കെയാ? എ ബി ഇ, ബി ഇ ഡി, എ സി ഇ, സി ഇ ഡി. ഇത് 4ന്റെയും ഏരിയ എന്ത് തന്നെയായിട്ട് കിട്ടി? എക്സ് ബൈ 4 എന്ന് കിട്ടി. 4ന്റെ ഏരിയ എക്സ് ബൈ 4 എന്ന് വെച്ചാൽ അർത്ഥം എന്തുവാ? 4ന്റെ ഏരിയ ഈക്വൽ ആണ്. 4ന്റെ ഏരിയ ഈക്വൽ ആണെന്ന് കിട്ടി. കൂടാതെ ഏരിയ എത്രയാണെന്നാ കിട്ടിയേക്കുന്നത്? എക്സ് ബൈ 4 എന്നല്ലയോ? അല്ലെങ്കിൽ നമുക്ക് മറ്റു രീതി എഴുതി കഴിഞ്ഞാൽ 1/4 എക്സ് എന്ന് എഴുതി കൂടെ? ഇതിൽ എക്സ് എന്തുവായിരുന്നു? ആ വലിയ ട്രയാങ്കിളിന്റെ ഏരിയ. ആ വലിയ ട്രയാങ്കിളിന്റെ ഏരിയയുടെ എത്ര ആണെന്ന് കിട്ടി? 1/4 ആണെന്ന് കിട്ടി. അപ്പൊ രണ്ട് പ്രൂഫും അവിടെ നിന്നായി. ഇവിടുന്ന് രണ്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്തു. കിട്ടിയ 4 ചെറിയ ട്രയാങ്കിളിന്റെയും ഏരിയ ഈക്വൽ ആണെന്ന് കിട്ടി. നിങ്ങൾ എടുത്തെഴുതണം. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഇ ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ സി ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ സി ഡി. Therefore, the areas of the small four triangles are equal and which is equal to 1/4 of the area of the whole triangle. കിട്ടുന്നുണ്ടോ? അങ്ങനെ നമുക്ക് ആ പ്രൂഫ് കംപ്ലീറ്റ് ആയി. ഏകദേശം ഇതിന് സിമിലർ ആയിട്ടാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്. എന്നാൽ കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇത് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ തന്നെ അവിടെ ചെറിയൊരു വേരിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഗറില് ആദ്യത്തേത് മിഡ് പോയിന്റ് തന്നെ ആ കണ്ടീഷൻ തന്നെയാണ്. അടുത്തത് എന്താന്നുള്ളത് പറയാം. ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. In the picture below, the top vertex of a triangle is joined to the midpoint of the opposite side. നമ്മൾ ആദ്യം പറഞ്ഞ അതേ കണ്ടീഷൻ. And then the point dividing the line in the ratio 2:1 joined to the other two vertices. Prove that the areas of 3 triangles in the picture on the right are equal to a third of the area of the whole triangle. Okay, നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. അതായത് ഫസ്റ്റ് ട്രയാങ്കിൾ വരച്ചു. ആ ട്രയാങ്കിൾ ഒരു വെർട്ടെക്സിന് ഓപ്പോസിറ്റ് ആയിട്ട് മിഡ് പോയിന്റിലേക്ക് വരച്ചു. ഓക്കെ ആണല്ലോ? അത് കഴിഞ്ഞു. അടുത്ത നമ്മൾ മിഡ് പോയിന്റിലേക്കല്ല വരച്ചത്, പിന്നെ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2:1 എന്നുള്ളത്. അതായത് ഇത് എത്രയാണോ അതിന്റെ ഇരട്ടി ആയിരിക്കും. അതായത് ഇത് 1 ഇത് 2. അല്ലെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നുണ്ട്. ആദ്യം 2:1 എന്ന് പറഞ്ഞത് പോയിന്റ് ഡിവൈഡ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഭാഗങ്ങൾ അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടെ 3 ട്രയാങ്കിൾ കിട്ടത്തില്ലേ? അതായത് ഏതൊക്കെയാ? ഞാനിപ്പോ ഒരു പേര് കൊടുക്കുകയാണ്, ഇ എന്ന് തന്നെ കൊടുക്കുകയാണെന്ന് ഇരിക്കട്ടെ. അപ്പം എ ഇ ബി,
AEC BEC ഈ 3 ട്രയാങ്കിളിന്റെയും ഏരിയ എന്താണെന്ന് കിട്ടും? ഈക്വൽ ആണെന്ന് കിട്ടണം. ഇത് ആദ്യമുള്ള ട്രയാങ്കിളിന്റെ ഏരിയയുടെ 1/4 ആണെന്ന് കിട്ടണം. അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചോളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നമുക്ക് അറിയാവുന്ന കാര്യം D is the midpoint of D is ഞാൻ ഇവിടെ E എന്നുള്ള വെർട്ടെക്സും കൊടുത്തു. D is the midpoint of BC. BCയുടെ മിഡ് പോയിന്റ് ആണ് എന്ന് പറയുന്നത് D. ഓക്കെ ആണോ? അതേപോലെ AE is to ED equal to 2:1 എന്ന് എടുക്കും. AE is to ED എന്ന് പറയുന്നത് എത്രയാണ്? 2:1. പിടികിട്ടുന്നുണ്ടോ? അപ്പോ ഇത് വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് തെളിയിക്കേണ്ടത് ഏതൊക്കെയാ? 3 ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ അപ്പൊ ഇത്രയും ഭാഗം ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ചിന്തിക്കാൻ. അപ്പോഴാണ് 3 ട്രയാങ്കിൾ കിട്ടുന്നത്. AEB AEC BEC ഇങ്ങനെ 3 ട്രയാങ്കിൾ. ഈ 3 ട്രയാങ്കിളിന്റെയും ഏരിയ ഈക്വൽ ആണ്. ബാക്കിയുള്ള ഭാഗം ഞാൻ തൽക്കാലം ഡോട്ട് ലൈനിൽ നിർത്തിയേക്കാം. ഓക്കെ, അപ്പൊ നമ്മള് നോക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്ന ട്രയാങ്കിൾ BEC എന്ന് പറയുന്ന ട്രയാങ്കിൾ നോക്കുകയാണ്. ഞാൻ ഇൻ ട്രയാങ്കിൾ BEC എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ട്രയാങ്കിളിന്റെ ഏരിയ തൽക്കാലം ഇപ്പൊ ചൂസ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ എനിക്ക് അങ്ങനെ എടുക്കാൻ തൽക്കാലം ചെയ്യാം. തിരിച്ച് റിവേഴ്സ് ഓർഡറിൽ ചെയ്യാം. കാര്യം ഒത്തിരി ഫ്രാക്ഷൻസ് വരുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. BEC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ കൺസിഡർ ചെയ്തു. ഏതാ? ഇതാണ് BEC എന്ന് പറഞ്ഞാൽ വലിയ ട്രയാങ്കിൾ. അതിൽ D is the median. കറക്റ്റ് ആണോ? D മീഡിയൻ അല്ലേ? ഇവിടെ E എന്ന് പറയുന്ന വെർട്ടെക്സ് ഓപ്പോസിറ്റ്. D എന്തായാലും BCയുടെ മിഡ് പോയിന്റ്. അപ്പം ED എന്ന് പറയുന്നത് എന്താ? സോറി, D അല്ല, ED. ED is the median. അല്ലെങ്കിൽ D അവിടുത്തെ എന്താണ്? മിഡ് പോയിന്റ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ട്രയാങ്കിളിൽ കിട്ടുന്ന ഈ 2 ട്രയാങ്കിളിന്റെ ഏരിയ ഏതൊക്കെയാ? ഒന്ന് BDEയും അതുപോലെ CDE. അങ്ങനെ 2 ട്രയാങ്കിൾ ഉണ്ട്. ആ രണ്ടിന്റെയും ഏരിയ എന്തായിട്ട് കിട്ടും? ഈക്വൽ ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് എന്താ എഴുതാം? therefore ഏരിയ ഓഫ് ട്രയാങ്കിൾ BDE ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ CDE. ഈ 2 ട്രയാങ്കിളിന്റെ ഏരിയ ഈക്വൽ ആണ്. ഞാൻ അത് രണ്ടും അടുത്ത സ്റ്റെപ്പായിട്ടാണ് എഴുതേണ്ടത്. ലെറ്റ് ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഇത് രണ്ടും ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞേക്കുന്നത്. ആ 2 ട്രയാങ്കിളിന്റെ ഏരിയ ഞാൻ X എന്നങ്ങ് എടുക്കാം. അത് അടുത്ത സ്റ്റെപ്പായിട്ട് നിങ്ങൾ എഴുതുമ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് എടുക്കണം. അത് എഴുതുമ്പോൾ എങ്ങനെയാ? ലെറ്റ് ഏരിയ ഓഫ് ട്രയാങ്കിൾ BD ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ CD ഈക്വൽ ടു X. അപ്പൊ ഈ 2 ട്രയാങ്കിളിന്റെ കൊച്ചു 2 ട്രയാങ്കിളിന്റെ ഏരിയ ഇപ്പൊ നമ്മൾ എത്ര എടുത്തേക്കുന്നത്? X എന്നാ എടുത്തേക്കുന്നത്. ഓക്കെ ആണോ? ഇനി അടുത്ത് നോക്കിയേ, ഇൻ ട്രയാങ്കിൾ ADB. ADB എന്ന് പറയുന്ന ട്രയാങ്കിൾ കണ്ടോ? കണ്ടിതാണ് ADB എന്ന് പറയുന്ന ഈ ലെഫ്റ്റ് സൈഡിലെ അതിൽ AE is to ED. AE is to ED എന്ന് പറയുന്നത് എത്രയാ? 2:1. അത് ഗിവൻ കണ്ടീഷനാണ്, തന്നിട്ടുള്ള കാര്യമാണ്. 2:1 റേഷ്യോയിലാണ് അത് ഡിവൈഡ് ചെയ്യുന്നത്. അവര് ക്വസ്റ്റ്യൻ അത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഏത് തിയറമായിട്ട് നമുക്ക് ഉപയോഗിക്കാം? ഒരു ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സ് നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ലൈൻ സൈഡിനെ ഏത് റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്യുന്നത് അതേ റേഷ്യോയിലായിരിക്കും ഏരിയയും ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ ഇതാണെങ്കിൽ ഏരിയകൾ, അപ്പൊ ഈ ഏരിയയും തമ്മിലുള്ള റേഷ്യോ അപ്പൊ എത്രയായിരിക്കും? 2:1 അല്ലയോ? അപ്പം ഏരിയ ഓഫ് ട്രയാങ്കിൾ AED ഈസ് ടു എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ബൈ ഫോർമാറ്റിൽ ഇടാം. അതാ കുറച്ചുകൂടി നല്ലത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ AED ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏതാണ്? BED അല്ലെ, അല്ലെങ്കിൽ BDE. AEDയും BDEയും അങ്ങനെ 2 ട്രയാങ്കിൾ. ഇത് നമ്മുടെ റേഷ്യോ വെച്ചാൽ 2:1, അല്ലെങ്കിൽ ഇവിടെ എഴുതിയപ്പോൾ 2/1. ഏരിയ ഓഫ് ട്രയാങ്കിൾ AED ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ BD എന്ന് എഴുതുന്നതിന് പകരം ഞാൻ ബൈ ഇട്ട് എഴുതി. ഈസ് ടു എന്ന് പറയുന്നത് അപ്പൊ റേഷ്യോയും ഈ ഡിവിഷനൊക്കെ പറയുന്നത് ഒരേ കാര്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിൽ BDയുടെ ഏരിയ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാ? X അല്ലേ? അപ്പോ ഏരിയ ഓഫ് ട്രയാങ്കിൾ AED എന്ന് പറയുന്നത് AD ബൈ ഇതിന്റെ വാല്യൂ നമുക്ക് എന്താ എഴുതാം? X എന്ന് എഴുതാം. 2/1 എന്ന് പറയുന്നത് 2 ആണ്. ഈ ബൈ X അങ്ങ് അപ്പുറത്ത് പോകുമ്പോ എന്തോവും? ഏരിയ ഓഫ് ട്രയാങ്കിൾ AED എന്ന് പറയുന്നത് 2X ആവത്തില്ലയോ? എന്ന് പറഞ്ഞാൽ ഇത് X ആണെങ്കിൽ ഇതിന് എത്രയാണോ അതിന്റെ ഇരട്ടിയാണോ ഇത്. അപ്പൊ നമ്മൾ ആ റേഷ്യോ വെച്ച് നോക്കുമ്പോൾ ഇത് എത്ര കിട്ടി? 2X കിട്ടി. സിമിലർ കണ്ടീഷൻ വെച്ചിട്ട്
നമുക്ക് ഇവിടെയും 2x എന്ന് തെളിയിക്കാം. വേണമെങ്കിൽ സ്റ്റെപ്പ് എഴുതി ചെയ്യാം. ഓക്കെ, നമുക്ക് അങ്ങ് എഴുതിയേക്കാം. ഇൻ ട്രയാങ്കിൾ അടുത്ത ഏതായിരുന്നു? ADC അല്ലയോ? ADCയില് എങ്ങനെയായിരുന്നു? ഇതേ കണ്ടീഷൻ AE:ED. AE:ED എന്ന് പറയുന്നത് 2:1 ആണ്. അപ്പോ എങ്ങനെ എഴുതാം? രണ്ട് ട്രയാങ്കിൾ, ഏരിയ ഓഫ് ട്രയാങ്കിൾ AEC ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ അതേതായിരുന്നു? CDE അല്ലയോ? CDE ഈക്വൽ ടു 2/1. ഇതില് CDEയുടെ ഏരിയ നമ്മൾ എഴുതിയിട്ടുണ്ട്, X എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോ അല്ലെങ്കിൽ ഇങ്ങോട്ട് ഏരിയ ഓഫ് ട്രയാങ്കിൾ AEC ബൈ X ഈക്വൽ ടു 2 എന്നും ഏരിയ ഓഫ് ട്രയാങ്കിൾ AEC ഈക്വൽ ടു 2x എന്നും കിട്ടും. ഈ ബൈ X അപ്പുറത്ത് പോകുമ്പോ x ആയി. അപ്പൊ ഇതിന്റെ ഏരിയ നമുക്ക് എത്ര കിട്ടി? 2x എന്ന് കിട്ടി. ഓക്കെ, ഇത്രയും കാര്യം എല്ലാവർക്കും വ്യക്തമായോ? അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്ത? ആദ്യം D മിഡ് പോയിന്റ് ആണെന്ന് കണ്ടു. അപ്പം ഇവിടുന്ന് അപ്പം BEC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നമ്മൾ തുടങ്ങി. നമുക്ക് വേണമെങ്കിൽ ആ വലിയ ട്രയാങ്കിളിൽ തുടങ്ങി നമുക്ക് ആദ്യം ചെയ്തതിലൂടെ തന്നെ ചെയ്യാമായിരുന്നു. ആദ്യം വലിയ ട്രയാങ്കിളിന്റെ ഏരിയ X എടുത്ത് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. അപ്പൊ ഞാൻ ആ ഫ്രാക്ഷൻസ് ഒന്നും ഒഴിവാക്കാൻ, ഇവിടെ റേഷ്യോസ് ആയിട്ട് വന്നുകൊണ്ട് നമുക്ക് ഹാഫ് ഒന്ന് എടുത്തു പോകാൻ എളുപ്പമല്ലായിരുന്നു ഇവിടെ. അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ രീതി തുടങ്ങിയത്. അപ്പം BECയുടെ ഏരിയ ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ടോട്ടൽ ഏരിയ ഞാനിപ്പോ പറയുന്നില്ല. അതില് ഒരു പാർട്ടിന്റെ ഏരിയ നോക്കിയേ. BEC എന്ന് പറയുന്ന ഏരിയ ആ ട്രയാങ്കിളില് D മിഡ് പോയിന്റ് ആയതുകൊണ്ട് ED മീഡിയൻ ആണ്. അപ്പൊ രണ്ട് ഈക്വൽ ഏരിയ കിട്ടും. അതിൽ ഒരെണ്ണത്തിന്റെ ഏരിയ X എന്ന് എടുത്താൽ അടുത്തതിന്റെ ഏരിയ എന്താണ്? X. അപ്പൊ ഞാൻ ഫസ്റ്റ് X എന്ന് ചൂസ് ചെയ്തതാണ്. ഇതാണ് ഇതിന്റെ ഏരിയ ആണ് X എന്ന് ചൂസ് ചെയ്ത്. അത് പ്രകാരം അടുത്തൊരു ഹാഫ് എടുത്ത് കൺസിഡർ ചെയ്തു. അടുത്ത ഹാഫ് നോക്കുമ്പോൾ അത് 2:1 റേഷ്യോയിലാണ്. അപ്പൊ 1നെ റെപ്രസെന്റ് ചെയ്യുന്ന X ആണെങ്കിൽ അടുത്തത് എന്ത് ചെയ്യുന്നത്? 2നെ റെപ്രസെന്റ് ചെയ്യുന്നപ്പോ എന്തോ 2x ആവും അല്ലെ? ആ റേഷ്യോ വെച്ച് നമ്മൾ എന്ത് ചെയ്തു? അത് നമ്മളെ റേഷ്യോ 2:1. അപ്പൊ ഏരിയകളുടെ റേഷ്യോ 2:1 ആയിരിക്കും. അതൊന്ന് അറേഞ്ച് ചെയ്തു, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് അതിലെ ഒരെണ്ണത്തിന്റെ ഏരിയ നമ്മൾ X എന്ന് എടുത്തിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ അടുത്തതിന്റെ ഏരിയ എത്ര കിട്ടും? 2x. സിമിലർ മെത്തേഡില് ഇവിടെയും X എന്നും 2x എന്നും കിട്ടി. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഏറെക്കുറെ നമുക്ക് എന്ത് ചെയ്തു? ആൻസർ ആയി. ഇനി നോക്കാം, ഇനി ബാക്കി നമ്മൾ എങ്ങനെയാ ചെയ്യാൻ. ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അത് ഫിഗറിനകത്തുണ്ട്. ഇനി ബാക്കി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട 3 ട്രയാങ്കിൾസ് ഏതൊക്കെയായിരുന്നു? ഒന്ന് AEB, ഒന്ന് AEC, മറ്റൊന്ന് BEC. അതിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ AEB എത്രയായിരുന്നു? AEBയുടെ ഏരിയ അത് 2x ആണ്. അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? AECയുടെ ഏരിയ എത്രയാ? ഏരിയ ഓഫ് ട്രയാങ്കിൾ AEC അതെന്ന് പറയുന്നതും 2x ആണ്. ഇനി BECയുടെ ഏരിയ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ BEC എന്ന് പറയുന്നത് രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയകൾ ചേർന്നല്ലേ? ഏതൊക്കെയാ? ഒന്ന് BDEയും മറ്റൊന്ന് CDEയും. ഏരിയ ഓഫ് ട്രയാങ്കിൾ BDE പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ CDE അല്ലെ? അതിൽ BDEയുടെ ഏരിയ എത്രയായിരുന്നു? X ആണ്. അടുത്തതും X. നോക്കിയേ, BECയുടെ ഈ വലിയ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ X ഉം കൂടെ ചേരുന്നല്ലേ? എന്ത് കിട്ടും? 2x എന്ന് കിട്ടും. ഇനി നോക്കിയേ, നിങ്ങൾ ആ 3 ട്രയാങ്കിൾ നോക്കിയേ. ഏതൊക്കെയാ? AEBയുടെ ഏരിയ 2x എന്ന് കിട്ടി, AECയുടെ ഏരിയ 2x എന്ന് കിട്ടി. ഇപ്പം BECയുടെ ഏരിയയും എന്തെന്ന് കിട്ടി? 2x എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ ഈ 3 ട്രയാങ്കിളിന്റെയും കൂടെ ഏരിയ എത്ര കിട്ടും? 2x എന്നല്ല കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ എഴുതി തരുമ്പോൾ നമുക്ക് ആ 1/3 എന്നുള്ളത് തെളിയിക്കാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും. അത് എഴുതി തരുമ്പോൾ ഒരു സുഖം കാണത്തില്ല. എങ്കിലും നമുക്ക് കുറച്ചുകൂടെ ബാക്കിയുള്ള സ്റ്റെപ്പ് നോക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ സ്റ്റെപ്പായിട്ട് എനിക്ക് തോന്നി. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ പറയുന്നത്? 2x അല്ലയോ? ഇനി അപ്പൊ ഏരിയ ഓഫ് ABC അപ്പൊ എന്തുമായിരിക്കും? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ പോലെ 2x x അല്ലയോ? 2x പ്ലസ് x പ്ലസ് x എത്ര കിട്ടും? 6x എന്ന് കിട്ടും അല്ലെ? ആ 6xന്റെ 1/3 അല്ലേ ഇത് ഓരോന്നും അല്ലെ? 1/3 ഇൻറ്റു 6x ആണ് എന്തെന്ന് പറയുന്നത്? 2x. ഇതിന്റെ 1/3 ആണ് എന്തെന്ന് പറയുന്നത്? ഓരോ ട്രയാങ്കിൾ. ഇതിങ്ങനെ എഴുതുന്നതിനേക്കാളില് നമുക്ക് പറയാൻ 3ന്റെ ഏരിയ ഈക്വൽ ആയതുകൊണ്ട് ഓരോന്നും എന്ത് ചെയ്യുന്നുണ്ട്? ആ ടോട്ടൽ ഏരിയയുടെ എത്രയായിരിക്കും? 1/3 ആയിരിക്കും. പിടികിട്ടുന്നുണ്ടോ? രണ്ട് ചെറിയ ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ രണ്ട് രീതിയിലാണ് ഇത് ചെയ്തത്. പിടികിട്ടുന്നുണ്ടോ? ഇനിയിപ്പോ അങ്ങോട്ട്
ഏരിയയുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് പിടികിട്ടിയോ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് നമ്മൾ ആദ്യം പഠിച്ച കാര്യം ഓർത്തിരിക്കണം. മീഡിയൻ ട്രയാങ്കിളിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു? 2 ഈക്വൽ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഏരിയയുമായി ബന്ധപ്പെട്ട പുതിയ ചില ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസത്തേക്ക് കാണാം. ഓക്കെ, താങ്ക് യു.